ഹലോ ഡിയേഴ്സ്, ഇതെൻ്റെ ഓണം വ്ളോഗാണ്. അപ്പോൾ ഞാൻ കുറേ ഇൻട്രോ ഒന്നും പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. ഓണത്തിന് ഞങ്ങൾ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ബസ്സിന് കയറുന്ന ചായ കുടിച്ച് വീട്ടിലെത്തി തേങ്ങ എടുത്ത് നേരെ കാസർഗോഡേക്ക് വിട്ടു. ഇന്ന് ഉത്രാടം ഡേ ആണ്. ഉത്രാടത്തിൻ്റെ അന്ന് നമുക്ക് കാര്യമായിട്ട് അങ്ങനെ പരിപാടിയൊന്നുമില്ല. വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ പൂക്കളത്തിൻ്റെ പരിപാടി അത് നൈറ്റ് ആണ്. ഈ വർഷം നമുക്ക് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പുതിയൊരാളും കൂടി ജോയിൻ ആയിട്ടുണ്ട്, നമ്മളെ കുഞ്ഞുമണി. അപ്പോൾ കഴിഞ്ഞ വർഷം ലീവ്സ് കുറച്ച് ചെറുതുണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യങ്ങളൊന്നും അലമ്പാക്കിയിട്ടില്ല. ഇപ്പോൾ ആണെങ്കിൽ എല്ലാ കാര്യത്തിലും ഫസ്റ്റുള്ളത് ലീവ്സ് തന്നെ ആയിരിക്കും. പിന്നെ നമ്മളൊരു നോർമൽ പൂക്കൾ ഇട്ടു. ഇനി രാവിലെ ഓണത്തിൻ്റെ അന്ന് അമ്പലത്തിൽ പോകാനുണ്ട്. അനന്തപുരം ടെമ്പിളിലേക്കാണ് നമ്മൾ പോയത്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് അനന്തപുരം ഏട്ടൻ്റെ ഒന്നിച്ച് പോകണമെന്ന്. ഇതുവരെ നമുക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം അനന്തപുരം ടെമ്പിളിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അതും ലീവ്സിനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞാൻ എത്രയും ദിവസം വിചാരിച്ചത് ഇനി കുഞ്ഞെല്ലാം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓണം, വിഷു, അങ്ങനെ ബർത്ത്ഡേ അങ്ങനെയെല്ലാം വരുമ്പോൾ അമ്പലത്തിലും അങ്ങനെയൊന്നും പോകാൻ പറ്റിയില്ല. നമുക്ക് ഈ കുഞ്ഞിനെല്ലാം ഒരുക്കണം അങ്ങനെയെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷമാണെങ്കിലും ഇത് ലീവ്സ് വന്നിട്ട് 2ാമത്തെ വർഷമാണ്. അപ്പോൾ ഈ വർഷമാണെങ്കിലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഓണത്തിനായാലും വിഷുവിനായാലും എനിക്ക് ഏട്ടനൊന്നിച്ച് രാവിലെ അമ്പലത്തിലെല്ലാം പോകാൻ പറ്റി. പിന്നെ അവിടെ ബീച്ചിലേക്കാണെങ്കിലും അങ്ങനെയെല്ലാം പോകാൻ പറ്റുമ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് കുഞ്ഞെല്ലാം ആയാൽ അങ്ങനെയൊന്നും മുമ്പത്തെ പോലെ പോകാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ തോന്നിയിട്ട കേട്ടോ. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ എവിടെ പോകുന്നുണ്ടെങ്കിലും എനിക്ക് ഏട്ടനൊന്നിച്ച് പോകണം. ഇപ്പം എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, പക്ഷെ ഞാൻ അങ്ങനെയാണ്. അത് ചില സമയത്ത് ഭയങ്കര ഒരു ബാഡ് ആക്ടിലെ ബിഹേവിയറാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് പിന്നെ ലീവ്സ് ഉണ്ടാകുന്നതിന് മുമ്പെല്ലാം ഏട്ടനോട് പോകുന്നുണ്ടെങ്കിലും ഞാൻ ഏട്ടൻ്റെ ഒന്നിച്ച് പോകും. അപ്പോൾ ലീവ്സ് ആയി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ എനിക്കങ്ങനെ പോകാൻ പറ്റിയില്ല, ഇനി എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു ചെറിയൊരു വിഷമം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഏട്ടൻ ഇപ്പോൾ അമ്പലത്തിൽ പോകാമെങ്കിൽ ഏട്ടൻ ഒറ്റയ്ക്കല്ല പോയത്. ഏട്ടൻ എന്നോട് നീ റെഡിയാവും നമുക്ക് പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ വീട്ടുകാരൊരു സപ്പോർട്ടും ഉണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഏട്ടൻ്റെ പെങ്ങളാണെങ്കിലും നല്ല സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ. ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യത്തിലായാലും ഇങ്ങനെയെല്ലാം നമ്മൾ കുഞ്ഞിനെ നോക്കാമെന്ന് പറയുന്നൊരു വാക്കുണ്ട്. അപ്പം അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ മധുവേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ആടെ ചെറിയൊരു ഓണസദ്യ മധുവേട്ടൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാതെ എന്തായാലും വിടുന്നില്ല. പിന്നെ നമ്മൾ ഫുഡ് അവിടെ നിന്ന് കഴിക്കാതെ പോയാൽ മധുവേട്ടൻ എന്തായാലും വിഷമാവും. അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡ് അവിടെ നിന്ന് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലാണെങ്കിലും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സമയം ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലെത്തി ഓണസദ്യ കഴിച്ചു. പിന്നെ വേറൊരു സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓണത്തിന് എൻ്റെ അമ്മ നമ്മളെ വീട്ടിലാണ് ഓണം സെലിബ്രേറ്റ് ചെയ്തത്. കാരണം അമ്മമ്മ മരിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അമ്മ വീട്ടിൽ തന്നെയാണ് അന്ന് സ്റ്റേ എല്ലാം ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ അത് അടിപൊളിയായിരുന്നു. ഇനി നിങ്ങൾ കാണുന്നത് കുഞ്ഞുമണിയുടെ കുരുത്തക്കേടാണ്. ഇത്രയും സമയം അവൻ എങ്ങനെ ക്ഷമിച്ച് നിന്നേന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു ഈവനിങ് ടൈം ആകുമ്പോഴാണ് പൂക്കളത്തിൻ്റെ അടുത്തേക്ക് ലീവ്സ് ഇങ്ങനെ പോയിട്ട് അത് എടുക്കാൻ തുടങ്ങിയത്. ഏട്ടൻ്റെ വീട്ടിലൊരു ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇട്ടത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഷോർട്സ് എല്ലാം റീൽസ് എല്ലാം ആയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ലോങ് വീഡിയോ ആയിട്ട് ഞാനിതുവരെ അപ്ലോഡ് ചെയ്തിട്ട. പിന്നെ ഇതിലിനി ലീവ്സിൻ്റെ കുരുത്തക്കേട് മാത്രമാണ് ഇനി കാണുന്നത്. അപ്പോൾ അത് ഞാനൊന്നും കട്ട് ചെയ്തിട്ടോ സ്പീഡ് കൂട്ടിയിട്ടൊന്നുമില്ല. കാരണം അത് എനിക്കെന്തോ കട്ട് ചെയ്യാൻ തോന്നിയിട്ട. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോവാ കാണണ്ടാത്തവർക്ക്. എന്നവന് വലുതായിട്ടാകുമ്പോൾ ഇതെല്ലാം നോക്കാമല്ലോ. പിന്നെ ഇതെല്ലാം ഒരു മെമ്മറീസ് അല്ലേ. കുറേ ലോങ് വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഫോണിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാതെ കിടക്കുന്നുണ്ട്. എൻ്റെ VN ആപ്പിനെന്തോ ഇഷ്യൂസ് വന്ന കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനും പിന്നെ ക്ലാസ്സിന് പോകുന്നതുകൊണ്ടും ഒന്നും ടൈം കിട്ടുന്നില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ഈ ലീവ്സിൻ്റെ ബേക്കിൽ തന്നെയാവുന്നു. അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇനി ആപ്പ് ഏതായാലും ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി മെല്ലെ മെല്ലെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്.